വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ CS ഹാരിസ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നെൽക്കുന്ന് STV ഗവൺമെന്റ് UP സ്കൂളിലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനും അതിലുപരി അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിന്റെ സാരഥിയുമായ ശ്രീ സലാം, നമ്മുടെ ഇന്നത്തെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാന്യയായ അമ്പലപ്പുഴ ഡിവിഷൻ മെമ്പർ കുമാരി അച്ചു, പഠന ഉപകരണങ്ങളുടെ ഭാഗമായി പാഠപുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർക്കുന്നം ഡിവിഷൻ മെമ്പർ പ്രദീപ് സജിത്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രവേശനോത്സവ സന്ദേശം നൽകുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി ജാനസുധൻ, നമ്മളുടെ ഇന്നത്തെ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി സുനിത, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദീപാലോസ് ടീച്ചർ, BPC മംഗല ടീച്ചർ, SMCയുടെ വൈസ് ചെയർമാൻ സുഭാഷ്, MBTയുടെ ചെയർപേഴ്സൺ ഷീന മനോജ്, SRG കൺവീനർ കല്യാണ ടീച്ചർ, ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീജന കൃഷ്ണൻ, യോഗത്തിനെ പ്രതിജ്ഞ അർപ്പിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ദീപ ഗോപിനാഥ്, മറ്റു പ്രിയങ്കരായ രക്ഷിതാക്കളെ, കുട്ടികളെ, സഹോദരന്മാർ, ഇന്ന് സംസ്ഥാനമെമ്പാടും ഇത്തരത്തിൽ ആരവങ്ങളില്ലാതെ ആൾക്കൂട്ടങ്ങളില്ലാതെ പ്രവേശനോത്സവത്തിന്റെ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മുൻവർഷങ്ങളിൽ നാടറിഞ്ഞ് വലിയ ആഘോഷത്തോടു കൂടി നടത്തിയിരുന്ന പ്രവേശനോത്സവ പരിപാടികൾ ഇത്തവണ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുവാൻ നമ്മൾ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി നമ്മളെ ബാധിച്ചിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മളൊരു ചടങ്ങ് സംഘടിപ്പിക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇത്തരത്തിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ അധ്യയനത്തിലൂടെ നമ്മുടെ സാധാരണ അധ്യാപനം മുടങ്ങുകയും ഫസ്റ്റ് ബെൽ എന്ന ഡിജിറ്റൽ ക്ലാസ് സംവിധാനത്തിലൂടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ സജീവമായി നിലനിർത്തുകയും ചെയ്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് നമ്മൾ പെട്ടെന്നുണ്ടായ ആശങ്കയുടെ സാഹചര്യത്തിലായിരുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയതെങ്കിൽ ഇന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അനുഭവ പാഠം നമ്മുടെ മുന്നിലുണ്ട്. ആ അനുഭവ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ബെല്ലിന്റെ സെക്കൻഡ് വേർഷൻ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന ഫസ്റ്റ് ബെൽ ക്ലാസുകളോടൊപ്പം തന്നെ അതാത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ക്ലാസ് ടീച്ചേഴ്സ് കൂടി ഈ ക്ലാസുകളുടെ ഭാഗമായി മാറുമ്പോൾ മുൻവർഷത്തേക്കാൾ കൂടുതൽ സജീവമായ, കൂടുതൽ ഫലപ്രദമായ ക്ലാസുകളായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. അതിനാവശ്യമായ ക്രമീകരണങ്ങളും ശാക്തീകരണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ അനുഭവിച്ചു. വീടുകളൊക്കെയും വിദ്യാലയങ്ങളായി മാറുകയും രക്ഷിതാക്കളൊക്കെയും അധ്യാപകരായി മാറുകയും ചെയ്യുമ്പോഴുണ്ടായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചെടുത്തു. പക്ഷെ ആ പ്രായോഗിക ബുദ്ധിമുട്ടുകളിലൂടെ കേരള സമൂഹത്തിലെ രക്ഷകർത്താക്കൾ തങ്ങളുടെ ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയും ആ ദൗത്യത്തിന്റെ ഭാഗമായി ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ സജീവമായി ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷവും നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നു. ജൂണിൽ നമുക്ക് സ്കൂളുകളിലേക്ക് എത്തി സർഗാത്മക വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ COVID-19 ഒരു രണ്ടാം തരംഗം നമ്മളെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ വാർത്തകൾ, ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ്. കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. തുടർച്ചയായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുകയും അന്തരീക്ഷം ആരോഗ്യ രംഗം കുറച്ചുകൂടി മെച്ചപ്പെടുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് ആ പഴയ ഒരു കാലത്തേക്ക് തിരിച്ചു വരാൻ കഴിയും. ആ ഒരു കാലം എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ
കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗം നിയന്ത്രിക്കുന്നത് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപിതാവ് കൂടിയായ ശ്രീ എസ് ഹാരിസാണ്. ഹാരിസിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ പൊതുസമൂഹത്തിന്റെ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ സംഘി ചെയർമാൻ, അതിലുവരെ അമ്പലപ്പുഴയുടെ പ്രിയങ്കരനായ MLA ശ്രീ H. S. സലാം സാറാണ്. സാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ അമ്പലപ്പുഴ ഡിവിഷന്റെ മെമ്പർ കുമാരി അഞ്ജു ആണ്. കുമാരി അഞ്ജുവിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. പാഠ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകം എത്തിച്ചേർന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ വിതരണം ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് നമുക്ക് നൽകുവാൻ കഴിയാതിരുന്നത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നു. പാഠ പുസ്തക വിതരണം നിർവഹിക്കുന്ന അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർക്കുന്നം ഡിവിഷന്റെ മെമ്പർ ശ്രീമതി പ്രദീപ്തി സജിത്തിനെ നിങ്ങളുടെ ഏവരുടെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പ്രവേശനോത്സവ സന്ദേശം നൽകുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി ധ്യാനസുന്ദരൻ നമ്മുടെ യോഗത്തിൽ ഓൺലൈനായി സംബന്ധിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 17ാം വാർഡ് മെമ്പർ ശ്രീമതി സുനിത സംസാരിക്കുന്നു. അദ്ദേഹം ആ മാന്യവിദ്യയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. അമ്പലപ്പുഴ ഉപജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ദീപ ടീച്ചർ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. അമ്പലപ്പുഴ BPO ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിലെ BPC ശ്രീമതി സുമംഗലി ടീച്ചർ ഈ യോഗത്തെ അഭിസംബോധന ചെയ്തു. ടീച്ചറെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സുഭാഷ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. MBTA ചെയർപേഴ്സൺ ശ്രീമതി ശീല മനോജ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ കോർഡിനേഷൻ നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി നദീറ ടീച്ചർ യോഗത്തിൽ സംബന്ധിക്കുന്നു. ടീച്ചറെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ നേതൃത്വം നൽകിക്കൊണ്ട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ CRC ആയ ശ്രീമതി ശ്രീജ രാമകൃഷ്ണൻ ടീച്ചറെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നേതൃത്വം നടത്തിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ദീപ ഗോപിനാഥ് ടീച്ചറെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് നീർക്കുന്നം സ്കൂളിനെ സ്നേഹിക്കുന്ന, നീർക്കുന്നത്തെ വിദ്യാലയ പ്രവർത്തനങ്ങളെ വലിയ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിലെ എല്ലാ ഓരോരുത്തരെയും, അതിലുപരി ഞങ്ങളുടെ ഈ സ്കൂളിലേക്ക് എത്തി വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഈ ഗ്രൗണ്ടിൽ തുള്ളിച്ചാടി നടക്കേണ്ടിയിരിക്കുന്ന കുട്ടികൾ ഇന്ന് വീടുകളിലാണ്. അവരെയും നിങ്ങളുടെ ഏവരെയും കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഗവേഷണോത്സവ സന്ദേശം നൽകുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി ധ്യാനസുധൻ, ഇവിടെ യോഗത്തിൽ ആശംസിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനിതാപതി തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയമുള്ള ഉദ്യോഗസ്ഥർ, ഈ SMCയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ളവരെ, ഇന്ന് പ്രവേശനോത്സവം നടത്തുന്ന പ്രവേശനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള
വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനായ ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനായ HM ഇവിടെ പറയുന്നതായി കാലഘട്ടത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച്. മനസ്സുകൊണ്ട് അടുത്തിരിക്കുവാനും ശരീരം കൊണ്ട് അകന്നിരിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടം. COVID-19 എന്ന മഹാമാരി ലോകത്താകമാനം വലിയ നിലയിലുള്ള ദുരന്തം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ എണ്ണമില്ലാത്ത മനുഷ്യജീവനുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമായിട്ടുള്ള ഓൺലൈനിലൂടെ തന്നെ നമ്മളെ എതിർക്കുന്ന സ്കൂളും ഇത് നടത്തി പോരുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് പല കുട്ടികൾക്കും കൃത്യമായി പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോണുകളും അതേപോലെയുള്ള ആധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ ക്ലാസ് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും പല കുട്ടികളും അവർ നേരിട്ടും രക്ഷിതാക്കളും ഒക്കെയായി നമ്മളെ വിളിക്കുകയും സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. പലർക്കും ഫോണുകളില്ല. ഒരു വീട്ടിൽ തന്നെ 3-4 കുട്ടികളുള്ള വീടുകളിൽ ഒരു ഫോൺ മാത്രമായിരിക്കുകയും അതിൽ തന്നെ എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ദയനീയമായ അവസ്ഥ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. കുറച്ചു പേർക്കൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത്തരം സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കൂടി വാങ്ങിച്ച് കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ രൂപത്തിൽ ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ സ്കൂളുകളിലേക്ക് കരച്ചിലും ചിരിയുമൊക്കെയായി എത്തേണ്ടി ചെയ്യുന്ന കുട്ടികൾ ഇന്ന് വീടുകളിൽ ഫോണിൻ്റെ മുമ്പിലിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കുട്ടികൾ ഫോൺ എടുത്താൽ വഴക്ക് പറയുന്നത് ഫോൺ എടുക്കരുത് ഫോൺ. ഇപ്പോൾ ഫോൺ അങ്ങോട്ട് കൊടുത്താലും കുട്ടികൾ വേണമെന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുന്നുണ്ട്. കാരണം പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഫോൺ വേണ്ട എന്നതിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പുതിയ കാലത്ത് പുതിയ നിലയിലേക്കുള്ള രീതികൾ നമുക്ക് പിന്തുടരേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് വേണ്ടത് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും തന്നെയാണ്. ഇത്തരം പിന്തുണയും സഹകരണവുമെല്ലാം എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയെ അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടുന്ന പിന്തുണകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഠന സൗകര്യമില്ലാത്ത ഇത്തരം ഓൺലൈനിലൂടെ പഠിക്കാൻ സാധിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഇനിയിപ്പോൾ ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കൂടുതലായി അവരെക്കുറിച്ച് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവരുടെ അറിവുകൾ ലഭിക്കുമ്പോൾ ഞങ്ങളെ കൂടി പഞ്ചായത്തിനെ കൂടി അറിയിക്കുവാൻ നമ്മുടെ SMC അതുപോലെ സ്കൂൾ അധ്യാപകരടക്കം ഒന്ന് ശ്രമിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് കൂടി ചെയ്യാൻ തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ അമ്പലപ്പുഴ MLA ശ്രീ H. സലാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നേർക്കുന്നം SDV ഗവൺമെൻറ് UP സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S. ഹാരിസ്, സ്വാഗതം പറഞ്ഞ ഹെഡ് മാസ്റ്റർ ശ്രീ അബ്ദുൽ ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി P. അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പ്രദീപ് T. സജിത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ V. ധ്യാനസുധൻ, പഞ്ചായത്ത് അംഗം ശ്രീമതി സുനിത, അമ്പലപ്പുഴ AEO ശ്രീമതി ദീപ റോസ്, അമ്പലപ്പുഴ BPC ശ്രീമതി G. സുമംഗലി, SMCയുടെ വൈസ് ചെയർമാൻ ശ്രീ സുഭാഷ്, MBTA ചെയർപേഴ്സൺ ശ്രീമതി സീന മനോജ്, SRGയുടെ കൺവീനർ ശ്രീമതി A. നദീറ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ദീപ ഗോപിനാഥ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ,
സ്നേഹം നിറഞ്ഞ SMC അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ നീർക്കുന്നം STV ഗവൺമെൻറ് UP സ്കൂളിലെ ഈ വർഷത്തെയും പ്രവേശനോത്സവം നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടത്തുവാൻ കഴിയുന്നത്. എല്ലാ വർഷവും ഉത്സവ ഛായ പകർന്ന് ഓരോ കുഞ്ഞുമക്കളുടെയും മനസ്സിൽ ജീവിതത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധമുള്ള അനുഭവങ്ങൾ തീർത്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കാറുള്ളത്. ദൗർഭാഗ്യവശാൽ നമുക്ക് ഈ പ്രാവശ്യവും അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. കോവിഡ് എന്ന മഹാമാരിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിജീവനത്തിൻ്റെ ഒരു ശക്തമായ യാത്രയിലൂടെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിൻ്റെ ഭാഗമാകണം എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്കൂൾ പ്രവേശനോത്സവം നേരത്തെ ഉള്ള പോലെ സംഘടിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല എന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അധ്യാപകർക്ക് നേരിട്ട് ക്ലാസ് എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നാൽ നമുക്ക് ഓൺലൈനായി ആ ക്ലാസ്സുകൾ കൊടുക്കാനും കഴിയുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചു പോരുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഗവൺമെൻറ് നൽകുന്നതിന് പുറമെ നമുക്ക് സ്വന്തമായി ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള ധാരാളം സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ നല്ല പരിശ്രമം കുറേയേറെ അധ്യാപകർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന, വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഒപ്പം സ്വന്തമായി ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ കൂടി നാം അധ്യാപകർ തയ്യാറാക്കുന്നുണ്ട്. അവരെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തുടർന്നുള്ള ഘട്ടത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് കുറച്ചുകൂടി ശക്തമായി വരും എന്നാണ് ഈ കോവിഡിൻ്റെ അന്തരീക്ഷം കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസം കുറച്ചുകൂടി മികവോടെ നൽകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കണം എന്നാണ് SMC കഴിഞ്ഞ ദിവസം കമ്മിറ്റി ചേർന്നപ്പോൾ ആലോചിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുമായി കൂടി ആലോചിച്ച് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. മറ്റേ കൂടുതൽ കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ വിദ്യാലയം നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികവുറ്റ വിദ്യാലയമാണ്. കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ ഏറ്റവും മികച്ച PTA ആയി നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. നമ്മുടെ സ്കൂളിൻ്റെ SMCയും അതുപോലെ ഇവിടുത്തെ അധ്യാപകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും രക്ഷകർത്താക്കളുടെ നല്ല സഹകരണവുമാണ് ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട PTA ആയി നമുക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായും ലേശം സാമ്പത്തിക സഹായം അവാർഡിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുൾപ്പെടെ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിനായി നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. അതിനാവശ്യമായ തീരുമാനങ്ങൾ SMC ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായി ധാരാളം കുട്ടികൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. പൊതുവിദ്യാലയം മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ നല്ലൊരു സൂചനയും ഒരു ദിശയും നമ്മുടെ സ്കൂളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കൂടുതൽ കുട്ടികൾ മറ്റ് സ്കൂളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചു വരികയാണ്. അതെല്ലാം നമുക്ക് ലൈവായി ക്ലാസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ കോവിഡിൻ്റെ മഹാമാരി കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് പകരാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം
അവർ വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ സമയം സാധാരണ പോലെ ക്ലാസ്സിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ്. അവരടങ്ങുന്ന നമ്മുടെ ഈ സമൂഹം കോവിഡ് എന്ന മഹാമാരിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ അതിജീവനത്തിൻ്റെ വഴിയിലാണ്. തീർച്ചയായും അത്തരം ഒരു അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവായ നിലയിലേക്ക് മാത്രം കാണാതെ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്ന കരുത്തുറ്റ മനസ്സിൻ്റെ ഉടമകളാക്കി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒരു ശക്തമായ മെസ്സേജ് പകരാൻ കഴിയുന്ന സന്ദർഭം കൂടിയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ എല്ലാ കൂട്ടുകാരുടെയും മനസ്സിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ നമുക്കാവണം. തീർച്ചയായും ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തം എന്ന നിലയ്ക്കാണ് കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് ആദ്യമായി കടന്നു വരിക. നേരിട്ട് കഴിയുന്നില്ല എങ്കിലും ഈ പ്ലാറ്റ്ഫോമിലൂടെയാണെങ്കിലും നമ്മൾ ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആദ്യമായി കടന്നെത്തുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തുടരുന്ന വിദ്യാർത്ഥികൾക്കുമെല്ലാം വിദ്യാഭ്യാസ വിജയം ആശംസിക്കുന്നു. എല്ലാ ജീവിത വിജയങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യയനത്തിൻ്റെ കാര്യത്തിൽ ശക്തമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ശക്തമായ ഒരു ലീഡർഷിപ്പായി നിലകൊള്ളുന്ന SMC മെമ്പർമാരെയും ഇതിനാകെ ഒരു നേതൃത്വമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ലത്തീഫ് സാറിനെയും എല്ലാവരെയും ഇതിനോടാകെ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ വർഷത്തെ നമ്മളുടെ പ്രവേശനോത്സവം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓൺലൈനായിട്ട് ആഘോഷിക്കുന്ന പരിപാടിയുടെ സ്വാഗത പ്രസംഗികൻ അബ്ദുൽ ലത്തീഫ് സാർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ S. ഹാരിസ്, ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അമ്പലപ്പുഴയുടെ ബഹുമാനിയായ MLA സലാം, ഈ പ്രവേശനോത്സവത്തിൻ്റെ മുഖ്യ പ്രഭാഷക കുമാരി അഞ്ജു, പ്രവേശനോത്സവ സന്ദേശം നൽകുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജ്ഞാനസുധൻ, ആശംസകൾ അർപ്പിക്കുന്ന സുനിത, ദീപാറോസ്, സുമംഗലി, സുഭാഷ്, സീന, മനോജ്, നവീറ തുടങ്ങിയ മറ്റു പ്രിയപ്പെട്ടവരെ, ഈ പുതിയ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗത്തിൽ വന്നു നിൽക്കുമ്പോൾ നാം അതിജീവനത്തിൻ്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വീട്ടിലിരുന്ന് പുതിയ അധ്യയന വർഷം ആഘോഷമാക്കി തീർക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ പുതിയ അധ്യയന വർഷത്തിൽ അവരുടേതായ മികവുകൾ തെളിയിക്കുന്നവരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഈ കുരുന്നുകളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ അവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിക്കുന്നവരായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ നിശ്ചിതമായ കർത്തവ്യം ഈ കുരുന്നുകൾക്ക് പുസ്തക വിതരണം നടത്തുക എന്നാണ്. ഈ എല്ലാവരുടെയും അനുഗ്രഹത്തോട് തന്നെ ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്.
ലല്ലല്ലല്ലല്ല. പുത്തനുടുപ്പും പുസ്തകസഞ്ചിയും ഇട്ടുവരുന്നേ പൂമ്പാറ്റ. ഞാനുണ്ട് ഞങ്ങളുമുണ്ട് ഞാനും ഞങ്ങളുമുണ്ട് ഞങ്ങളുടെ കൂടെ കൂടാനാരുണ്ടേ. പൂവിലിരിക്കണ പൂമ്പാറ്റെ മാവിലിരിക്കണ മാടത്തെ ഉത്സവമാണ് ഞങ്ങളുടെ പ്രവേശോത്സവമാണ്. പുതിയൊരു സൂര്യൻ ഉദിച്ചേ വീണ്ടും പുത്തൻ പുലരി പിറക്കുന്നേ. ലല്ലല്ല ലല്ലല്ലല്ല ലല്ലല്ലല്ല. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് പ്രവേശനം വീടുകളിൽ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥ വന്ന് വച്ചു കൊടുക്കാറും എല്ലാവിധ ആശംസകളുണ്ടാകും. ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, SMC ഭാരവാഹികളെ, അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ പഠിക്കലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓരോ ചുവടും കരുതലോടെ വെച്ച് അറിവിൻ്റെ വിശാലമായ ലോകത്ത് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. കാലത്തിൻ്റെ പരീക്ഷണങ്ങൾ പല വിധത്തിലും നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും നാട് മുഴുവൻ കുഞ്ഞുമക്കളെ കരുതലോടെ സുരക്ഷിതരായി നേടേണ്ടതൊക്കെ നേടുവാൻ കൂടെയുണ്ട്. ഈ ദുരിതകാലത്ത് മക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. പാഠങ്ങൾ വായിക്കണം, എഴുതണം, അവർ തരുന്ന നിർദ്ദേശങ്ങൾ അതനുസരിച്ച് കൃത്യമായി ചെയ്യണം. അവർ നമ്മെ വഴി നടത്താനുള്ളപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കുകയോ നിരാശരാകുകയോ വേണ്ട. നമ്മുടെ ഭരണാധികാരികളും ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ വളർച്ചയെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരികയുമാണ്. എന്ത് വിഷമതകളുണ്ടെങ്കിലും മാതാപിതാക്കളോടും അധ്യാപകരോടും തുറന്നു പറയുക. എല്ലാറ്റിനും പരിഹാരമുണ്ടാവും. ദൈവത്തിൻ്റെ പ്രതിനിധികളായ മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊപ്പം അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അറിവിൻ്റെ ലോകത്ത് പിച്ചവയ്ക്കുന്ന എല്ലാ കുരുന്നുകൾക്കും മറ്റെല്ലാവർക്കും വീടൊരു ഗുരുകുലമാക്കി മാറ്റി ഇന്നത്തെ അവസ്ഥയെ മറികടന്ന് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ദീപ ടീച്ചർ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമംഗലി, അമ്പലപ്പുഴ BRC ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ. നമുക്ക് ഒരു പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാം. കഴിഞ്ഞ അധ്യയന വർഷം നമ്മൾക്ക് പരസ്പരം കാണാനോ ക്ലാസ് റൂമുകളിൽ ഇരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാലും സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും IT സ്കൂളുമൊക്കെ ചേർന്ന് നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ വിക്ടേഴ്സ് ചാനലിലൂടെ നൽകി. അത് നമ്മൾ പഠിച്ചു. അതിനൊപ്പം നമ്മളൊരു വർഷം കഴിച്ചുകൂട്ടി. നമ്മുടെ അധ്യാപകർ നമുക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ തന്നു. രക്ഷിതാക്കൾ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്നു. അങ്ങനെ ഒരു വർഷം നമുക്ക് കടന്നുപോയി. ഈ കൊറോണ മഹാമാരിയുടെ കാലത്ത് മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അധ്യാപനം നടത്തേണ്ടി വരുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടിയും SDV GUPS നീർക്കുന്നം എന്ന പേര് തന്നെ മികവുകളുടെ ഒരു വിദ്യാലയം എന്ന പേരിൽ ഓരോരുത്തരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. കൊറോണയാണെങ്കിലും അല്ലാത്ത സാഹചര്യമാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ആ സാഹചര്യത്തിനനുസരിച്ച് കുറേ കർത്തവ്യങ്ങളുണ്ട്. വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. വീടുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. വിദ്യാഭ്യാസത്തിനനുസരിച്ച് ചില വർക്കുകൾ വീട്ടിൽ ചെയ്യണം. ഇനി സയൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ചെറിയ ചെറിയ മെറ്റീരിയലുകൾ ഉണ്ടാക്കാം. അങ്ങനെ കുറേ വർക്കുകളുണ്ട്. നമുക്ക് ഓൺലൈനിലൂടെ ക്ലാസ് തരുമ്പോൾ അത് കാണുന്നതിനോടൊപ്പം പൂർണ്ണമായി ഗെയിമുകളുടെ പുറകിന് പോകാതെ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമുകളുടെ പുറകിന് പോയോ നമ്മുടെ ഭാവി നശിപ്പിക്കാതെ
ക്രിയേറ്റീവായി സർഗാത്മകമായി ചിന്തിച്ച് നല്ല കുഞ്ഞുങ്ങളാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ ജനപ്രതിനിധികളുമൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. ആ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായിക്കൊണ്ട് ഈ പുതിയ അധ്യയന വർഷത്തിൻ്റെ കരുത്തായി അനുഗ്രഹമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. SMCയുടെ വൈസ് ചെയർമാൻ ശ്രീ സുഭാഷ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ്, പിന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം ചെയർമാൻ, നമ്മുടെ MLA, നമ്മുടെ സലാം, മുഖ്യപ്രഭാഷണം നടത്തിയ കുമാരി അഞ്ചു, ഡിവിഷൻ നമ്പർ പുസ്തകം ചെയ്ത പ്രദീപ് സജിൻ, ഈ ധ്യാനസുധൻ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ സുനിത, ശ്രീമതി ദീപാ ഗോപന, നമ്മുടെ ടീച്ചർ, എല്ലാവർക്കും ഈ മഹാമാരിയിൽ വളരെയേറെ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കുട്ടികളാണ്. അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഈ മഹാമാരിയെ വളരെയേറെ അതിനെ വെല്ലുവിളിയോടെ നേരിടുക. നമ്മുടെ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവത്തില്ല. അത്രയേറെ കുട്ടികളുടെ ഈ സ്കൂള് അവർ അധ്യാപകരെയോ ഒന്നും കാണാതെ വീട്ടിലിരുന്ന് രക്ഷകർത്താക്കൾ അവർ ടീച്ചറും സ്കൂൾ അവർ ഫോണുമായിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഈ ദയനീയാവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ വന്ന് എന്തുമാത്രം സന്തോഷത്തോടെ ആഘോഷത്തോടെ നടക്കുന്ന കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രവേശനോത്സവത്തിൽ ഈ കോമ്പൗണ്ട് നിറച്ച് കുട്ടികളും രക്ഷകർത്താക്കളുമായി സന്തോഷിച്ച ആ ദിനങ്ങൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. നമുക്കതിനെല്ലാം ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ നമ്മുടെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കഴിഞ്ഞ ഇപ്പോൾ തന്നെ സർക്കാർ കാണിച്ച ഇത്രയേറെ ആ കഴിഞ്ഞ പ്രയത്നം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടായി. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ഇന്നലത്തെ ഒരു ദിവസം തന്നെ ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ റോഡ് മുഴുവൻ തന്നെ ആൾക്കാരെ കൊണ്ട് വന്നിരിക്കുകയാണ്. മറ്റുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരോ ദിവസങ്ങളിലാണ് ഓരോരുത്തർ ദിവസങ്ങൾ നിശ്ചയിച്ചത്. ആ ദിവസങ്ങൾ തന്നെ മാറ്റി വെച്ചിട്ട് അത് എല്ലാ ദിവസവും തുറക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ പല കച്ചവട സ്ഥാപനങ്ങളും കണ്ടുവരുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഒരു ഡോക്ടറിനെ ആലപ്പുഴയ്ക്ക് കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ വെറും 12 മിനിറ്റ് ആയിരുന്നു കഴിഞ്ഞ ഈ നമ്മുടെ ലോക്ക്ഡൗൺ. ഇന്നലെ ഇന്നുമായിട്ട് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് എടുത്തു. ഇവിടുന്ന് വണ്ടി എടുത്ത് വിട്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു ഈ 11 കിലോമീറ്റർ വരെ. ഇന്നെന്ന് പറഞ്ഞാൽ എല്ലായിടും അതിനും മാത്രം വാഹനങ്ങൾ ഇപ്പോൾ റോഡിലായി. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കടമകൾ ആരും നമ്മൾ ചെയ്യുന്നില്ല. ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്, സർക്കാരിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോലീസുകാർക്കാണ് വേണ്ടി ചെയ്യുന്നത്. ഇതൊന്നും നമ്മളെല്ലാവരും നമ്മളായിട്ട് സൂക്ഷിച്ചാൽ, അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ രക്ഷകർത്താക്കൾ നമുക്കറിയാവുന്നവർക്കും പറഞ്ഞ് മനസ്സിലാക്കി ഈ മഹാമാരിയെ കുറച്ചു മാറ്റുവാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കേണ്ടത് നിങ്ങളാണ്. ആയതുകൊണ്ട് നമുക്ക് ഇനി പ്രവേശനോത്സവം അടുത്ത വർഷം ഇതിൽ ഭംഗിയായി നിങ്ങളെല്ലാവരും സ്കൂളിൽ വന്നതുകൊണ്ട് നമുക്ക് നല്ല ആഘോഷമാക്കി മാറ്റുവാൻ എല്ലാവിധ ഇതിൻ്റെ നിങ്ങൾക്ക് വേണ്ടി നല്ല പഠനം നല്ല രീതിയിൽ വരുവാനും നമുക്ക് ഓടിച്ചാടി നടന്ന് സന്തോഷിക്കാനും യൂണിഫോമിട്ടെല്ലാം സ്കൂളിൽ വന്ന് നമ്മുടെ കൂട്ടുകാരുമായിട്ട് സന്തോഷിച്ചിരിക്കാൻ നമ്മുടെ മുതിർന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാ ആശംസകളും ആശംസ വേണ്ടി SRG സ്വാഗതം ആശംസിച്ച ബഹുമാനായ സാർ, ഉദ്ഘാടനം നിർവഹിച്ച അമ്പലപ്പുഴയുടെ പ്രിയങ്കരനായ MLA സലാം, മറ്റ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശിഷ്ട വ്യക്തികൾ,
പക്ഷേ ഇന്നിങ്ങോട്ട് വരുമ്പോൾ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം ചേർന്നുള്ള ഒരു പ്രവേശനോത്സവം, ഒരു ഉത്സവ ഛായയില്ലാത്ത പ്രവേശനോത്സവം നമ്മൾ കാണുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സാഹചര്യത്തിനനുസരിച്ച് മാറിയേ പറ്റും. എങ്കിലും രാവിലെ കുറച്ച് കുട്ടികൾ എന്നെ വിളിച്ച് സ്കൂൾ തുറക്കുന്നു എന്ന് പറഞ്ഞു, അത് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുട്ടികൾ അതിനെ ഉൾക്കൊണ്ട് തുടങ്ങി. കുട്ടികൾ അതിനെ ഉൾക്കൊണ്ട് തുടങ്ങിയെന്നുള്ളത് കൊണ്ട് തന്നെ അവർ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് തുടങ്ങി. ഇനിയും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒട്ടും വൈകാതെ സ്കൂള് തുറന്ന് നമുക്ക് മുഖാമുഖമുള്ള അധ്യയനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഒപ്പം കിട്ടിയ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി നല്ല രീതിയിൽ അധ്യയനം നടത്താനുള്ള അവസരം കുട്ടികളും കണ്ടെത്തുക. വീട്ടുമുറ്റത്തിരിക്കുന്ന കിളിയോട് കുട്ടി ചോദിക്കുകയാണ്, എൻ്റെ ചിറകുകൾ എനിക്ക് തരാമോ? എനിക്ക് ആകാശത്തോളം കൂടുതൽ ഉയരത്തിലെത്താനുള്ള ചിറകുകൾ സ്വയം നിനക്ക് മുളച്ചു വരും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ സാഹചര്യം ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ രക്ഷകർത്താക്കളും അതിന് വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളോട് സഹകരിക്കുക, കൂടുതൽ പ്രചോദനങ്ങളാവുക. അവരെ നമ്മുടെ ഈ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. പുതുതായി സ്കൂളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹാരി സർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്ന ബഹുമാനപ്പെട്ട HM ലത്തീഫ് സർ, പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട MLA H സലാം സർ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, ഇന്ന് നമ്മുടെ പ്രവേശനോത്സവമാണല്ലേ. പക്ഷേ കോവിഡിന്റെ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ നമുക്ക് വിദ്യാലയങ്ങളിൽ എത്താൻ കഴിയുന്നില്ല. എങ്കിലും നമ്മുടെ വീടുകൾ തന്നെ ക്ലാസ് മുറികളാക്കിക്കൊണ്ട് ഇന്നു മുതൽ നമ്മൾ അധ്യയനം ആരംഭിക്കുകയാണ്. നിങ്ങളോടൊപ്പം എപ്പോഴും എന്തിനും താങ്ങായും തണലായും നമ്മുടെ ഗവൺമെന്റും പൊതുവിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ അധ്യാപകരും ഒക്കെയുണ്ട്. ഈ സുന്ദരമായ വിദ്യാലയത്തിലേക്ക് പ്രവേശനം നേടാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ കൊച്ചുമക്കൾക്കും എൻ്റെ ഹൃദ്യമായ പ്രവേശനോത്സവ ആശംസകൾ. അതോടൊപ്പം ഈ സുന്ദര വിദ്യാലയത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടുത്തെ നിങ്ങളുടെ ഹൃദയം തൊട്ടറിയാൻ കഴിയുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, അതുപോലെ തന്നെ കൂട്ടുകാർ, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അധ്യക്ഷത വഹിക്കുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ഹാരിസ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അമ്പലപ്പുഴ നിയോജകമണ്ഡലം MLA ശ്രീ സലാം അവർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വെർച്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രവേശനോത്സവ ദിനമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉത്സവം തന്നെ ആയിരുന്നു. മുൻകാലങ്ങളിൽ ഈ ദിവസം കുട്ടികൾ പുത്തനുടുപ്പും ബാഗുമണിഞ്ഞ് ഈ സ്കൂളിലേക്ക് എത്തുകയും ടീച്ചേഴ്സ് മധുരപലഹാരങ്ങൾ നൽകി അവരെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ടെത്തുന്ന കുട്ടികൾ അവർക്ക് അവരുടെ സങ്കടവും സന്തോഷവും അത്ഭുതവും ഒക്കെ ഇനി നിറഞ്ഞാണ് അനുഭവം. പക്ഷേ ഇത് രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള കാഴ്ച നമുക്ക് നഷ്ടമായിരുന്നു. COVID-19 എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും തളർത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ പഠനമാണ്. അവരുടെ പഠനം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം തളച്ചിടപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. നമ്മുടെ ഈ മുഖാവരണം മാറ്റി സന്തോഷം പങ്കിടുവാനും വളരെ അടുത്തിടപഴകി സ്നേഹപ്രകടനം നടത്തുവാനും ഒക്കെയുള്ള അവസരം നമുക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് നമ്മുടെ സ്കൂൾ HM ലത്തീഫ് സാറാണ്.
ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു വിദ്യാലയത്തിൽ ലോക്ക്ഡൗൺ കാലമാണ്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡിജിറ്റലായി തന്നെ ഇത്രയും കുട്ടികളുടെ പ്രവേശനം പൂർത്തിയാക്കുകയും അതുപോലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം അതെല്ലാം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുകയും ഇന്നത്തെ ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്ത ലത്തീഫ് സാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ഹാരിസ് അവറാണ്. അദ്ദേഹം വാക്കുകൾ കൊണ്ട് മാത്രമല്ല തൻ്റെ കർമ്മം കൊണ്ടും മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഈ അടുത്തിടയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പത്രവാർത്തകളൊക്കെ കണ്ടിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പത്രത്തിൽ വായിച്ചിരുന്നു. അദ്ദേഹത്തിന് സ്കൂളിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അമ്പലപ്പുഴ നിയോജക മണ്ഡലം MLA. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിലും നമ്മുടെ സ്കൂളിന് വേണ്ടി ഈ ചടങ്ങിൽ ഓൺലൈനായിട്ടാണെങ്കിലും ഈ കർമ്മം നിർവഹിച്ച അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പാഠപുസ്തക വിതരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പ്രദീപ് പി സജിതാണ്. സ്കൂളിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രവേശനോത്സവ സന്ദേശം നൽകിയ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി ജ്ഞാനസുധൻ അവർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ച ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ മെമ്പർ ശ്രീമതി സുനിതയ്ക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഉപജില്ലയുടെ മുഴുവൻ സ്കൂളിന്റെയും ഉത്തരവാദിത്തങ്ങൾ നോക്കേണ്ട ചുമതലയുള്ള ദീപ ടീച്ചർ, അമ്പലപ്പുഴ AEO ടീച്ചർ നമുക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. അമ്പലപ്പുഴ DPO സുമംഗലി ടീച്ചറും നമുക്ക് ആശംസ അറിയിച്ചു. ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ സുഭാഷ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ശ്രീ സുഭാഷിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് SRG കൺവീനർ നദീറ ടീച്ചറിനാണ്. ഈ ഡിജിറ്റൽ പഠനം മുഴുവൻ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ HMനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകുന്ന, നമ്മുടെ സ്കൂളിന്റെ എല്ലാ അക്കാദമിക പ്രവർത്തനങ്ങളിലും നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന നദീറ ടീച്ചറിനെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇന്നേ ദിവസം നമുക്ക് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ ഈ സ്കൂളിലെ മുഴുവൻ ജീവനക്കാരുടെയും എഫേർട്ടുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും എല്ലാം ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു വരികയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നതിന് വേണ്ടി എല്ലാ സഹകരണവും നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചടങ്ങ് അവസാനം. Gujarat, Maharashtra, Jammu, Uttar
ജയ